ഇപ്പോൾ തിരുവനന്തപുരത്ത് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് SFI പ്രതിഷേധം നടത്തുന്നുണ്ട്. ആ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. AG's ഓഫീസിലേക്കുള്ള മാർച്ചിന്റെ ദൃശ്യങ്ങൾ. ബാരിക്കേഡ് മറികടക്കാൻ SFI പ്രവർത്തകർ ശ്രമിക്കുന്നു. നേരത്തെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ചെറിയ തോതിലൊക്കെയുള്ള സംഘർഷവും ഉണ്ടായിരുന്നു. ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഹരികൃഷ്ണൻ, വിവരങ്ങൾ എന്താണ്? അനുജ, ഈ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. AG's ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. അതായത് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും കേന്ദ്ര സർക്കാരിനും എതിരെയുള്ള പ്രതിഷേധമാണിത്. പ്രതിഷേധം കടുപ്പിക്കുകയാണ് SFI പ്രവർത്തകർ എന്നുള്ളതാണ്. ഈ ബാരിക്കേഡ് മറികടക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിൽ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയാണ് ഈ പ്രവർത്തകർ എന്നുള്ളതാണ്. ഈ പ്രവർത്തകർക്ക് നേരെ 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ ക്രമക്കേടിൽ ഈ അപാകത നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. അതിൽ പരിഹാരം വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ SFI പ്രവർത്തകർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ പരീക്ഷയുടെ പവിത്രത, അതിനെ ഈ നീറ്റ് പരീക്ഷയെ ആ തരത്തിൽ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നാണ് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട്, ഈ പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വന്നത്. ഇത്തരത്തിൽ ഇനി പുനഃപരീക്ഷ നടത്തും എന്നുള്ളതുണ്ടായിരുന്നു. അതിനുശേഷവും ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്താനാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ നടത്തുന്നത്. ഏതായാലും ഈ ബാരിക്കേഡ് മറികടന്നുള്ള ഒരു പ്രതിഷേധം, ഈ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ സൈഡിലുള്ള ഈ ബാരിക്കേഡിന്റെ മുകളിൽ കൂടി പ്രവർത്തകർ അപ്പുറത്തേക്ക് പോലീസുകാർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ആ തരത്തിലൊക്കെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രവർത്തകർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പരീക്ഷയിൽ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ച് ഈ 10 പേരാണ് ഹർജിയുമായി കോടതിയിലെത്തിയിരുന്നത്. വീണ്ടും പോലീസ് ഈ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആ തരത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് SFI പ്രവർത്തകർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് ഇവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. AG's ഓഫീസിലേക്ക് കടക്കാനാണ് ഇവർ പ്രധാനമായും ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ AG's ഓഫീസിലേക്കാണ് പ്രതിഷേധം നടത്തുന്നത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 1-ലേറെ തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ്.